ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു തുണി വെച്ചിട്ട് ആലിയ കട്ട് കുർത്തി എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നെക്കാണ്. അപ്പോൾ യോക്ക് പോർഷനിൽ ഞാൻ ഫ്രണ്ടിൽ മാത്രം ലൈനിങ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലുള്ള നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ താഴത്തെ പോർഷൻ ചെയ്യണം. അപ്പോൾ താഴത്തെ ഭാഗത്തിന് മിഡിൽ ഭാഗത്തായിട്ട് ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കുർത്തി ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലീറ്റ്സാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് വിട്ട് വരുന്ന പ്ലീറ്റ്സ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുർത്തിയുടെ വിട്ട് എടുത്ത ശേഷം എത്ര വിട്ടിൽ പ്ലീറ്റ് എടുക്കണം എന്ന് നോക്കിയ ശേഷം മാത്രം പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്താ ഇതുപോലെ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് യോക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യോക്ക് പീസ് ഈ കാണുന്ന പോലെ വി പോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ യോക്ക് പീസിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മിഡിൽ ഭാഗത്ത് ഞാനിപ്പോൾ ചോക്കിട്ടൊന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. ശേഷം 2 സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടുത്ത സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കുർത്തിക്ക് ബാക്ക് പീസിൽ പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എയർലൈനായിട്ട് വേണേലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്. നന്നായിട്ട് പിടിച്ചു വെച്ചിട്ടൊന്ന് അയൺ കൂടി ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നെക്കിൻ്റെ പോർഷനിലേക്ക് ഒരു ലേസും കൂടി അറ്റാച്ച് ചെയ്യാം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഭംഗി നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ ലേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലേസ് വെച്ചിട്ട് ഞാനിതൊന്ന് റെഡിയാക്കി എടുത്തതാണ്. മെറ്റീരിയലിലുള്ള ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലാക്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ലേസ് എടുത്തുന്നേ ഉള്ളൂ. നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യോക്കും സ്കേർട്ടുമായിട്ടുള്ള ആ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കും കൂടി നോക്കാം. ബാക്കിൻ്റെ പോർഷനിൽ ചെറിയൊരു പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്ലീവും കൂടി കാണാം. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് ഷോർട്ട് സ്ലീവാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫൈനലായിട്ടുള്ള ലുക്ക് ഇതുപോലെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഒരു ലൈക്ക് തന്ന് പോകാൻ മറക്കല്ലേ. താങ്ക്